നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലാ കോടതി സമുച്ചയത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശമെത്തിയത് പരിഭ്രാന്തിക്കും ആശങ്കയ്ക്കും ഇടയാക്കി. പരിശോധനയിൽ സന്ദേശം വ്യാജമെന്ന് കണ്ടെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഉദുമ ഉൾപ്പെടെ 3 മണ്ഡലങ്ങൾ ഉറപ്പിച്ച് കോൺഗ്രസ്. മഞ്ചേശ്വരത്ത് ഇക്കുറി ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും വലിയ മുന്നേറ്റമായിരിക്കുമെന്നും DCC പ്രസിഡന്റ് PK ഫൈസൽ. KCN എക്സ്ക്ലൂസീവ്. പുല്ലൂർ പെരിയയിലും പൈവളികയിലും സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ BJP UDF കൂട്ടുകെട്ട്. സംഭവത്തിൽ വിമർശനവുമായി CPM രംഗത്ത്. സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടെ വീണ വിദ്യാർത്ഥിയുടെ കയ്യിൽ പലക സഹിതം മാണി തുളഞ്ഞു കയറി. ബല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി വിഘ്നേശന് രക്ഷകരായി ഫയർഫോഴ്സ്. ബോവിക്കാനം ടൗണിൽ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന കൂറ്റൻ മരം മുറിച്ചു നീക്കി. KCN ഇംപാക്ട്. മൊഗ്രാൽ പുത്തൂർ ചൗക്കി ഓട്ടോ തൊഴിലാളി സംഘടനയുടെ 3ാം വാർഷിക സമ്മേളനം നടന്നു. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA അബ്ദുല്ല കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. RDX അടങ്ങിയ ഒരു മനുഷ്യ ചാവേർ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:15 മുൻപ് ജഡ്ജിമാരെ ഒഴിപ്പിക്കുക. കാസർഗോഡ് ജില്ലാ കോടതി സമുച്ചയത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശമെത്തിയത് പരിഭ്രാന്തിക്കും ആശങ്കയ്ക്കും ഇടയാക്കി. ഇന്ന് പുലർച്ചെ 3:22 കോടതി സമുച്ചയത്തിൽ ബോംബ് വെച്ചതായി ഇമെയിൽ സന്ദേശമെത്തിയത്. കാസർഗോഡ് ജില്ലാ കോടതി സമുച്ചയത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശമെത്തിയത് പരിഭ്രാന്തിക്കും ആശങ്കയ്ക്കും ഇടയാക്കി. ഇന്ന് പുലർച്ചെ 3:22 കോടതി സമുച്ചയത്തിൽ ബോംബ് വെച്ചതായി ഇമെയിൽ സന്ദേശമെത്തിയത്. നിങ്ങളുടെ കോടതി സമുച്ചയത്തിൽ 3 RDX അടങ്ങിയ ഒരു മനുഷ്യ ചാവേർ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന് മുൻപ് ഉച്ചയ്ക്ക് 1:15 മുൻപായി ജഡ്ജിമാരെ ഒഴിപ്പിക്കുക എന്നതായിരുന്നു സന്ദേശം. ഭീഷണി സന്ദേശത്തെ തുടർന്ന് കോടതി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. സന്ദേശം തമിഴ്നാട്ടിൽ നിന്നുമാണ് അയച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ കോടതിയുടെ ഔദ്യോഗിക ഇമെയിൽ IDയിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. വിക്രം രാജഗുരു എന്ന ഇമെയിൽ വിലാസത്തിൽ നിന്നുമാണ് സന്ദേശം അയച്ചത്. സന്ദേശത്തിൽ 3 RDX IEDകൾ കോടതി കെട്ടിടത്തിൽ സ്ഥാപിച്ചതായും ഉച്ചയ്ക്ക് 1:15 ജഡ്ജിമാരെയും ജീവനക്കാരെയും ഒഴിപ്പിക്കണമെന്നുമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. RDX ധരിച്ച 2 പേർ കോടതി പരിസരത്ത് എത്തുമെന്നും സ്ഫോടനമുണ്ടാകുമെന്നുമുള്ള ഭീഷണിയും ഇമെയിലുണ്ട്. തമിഴ്നാട് പോലീസിനെയും ചില രാഷ്ട്രീയ സംഘടനകളെയും പരാമർശിക്കുന്ന നീണ്ട സന്ദേശമാണ് ഇമെയിലിൽ ഉള്ളത്. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന പേരിലാണ് ഭീഷണി സന്ദേശം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് കോടതി ജീവനക്കാരെയും കേസുകൾക്കായി എത്തിയ കക്ഷികളെയും അഭിഭാഷകരെയും ഉൾപ്പെടെ എല്ലാവരെയും കോടതി പരിസരത്തു നിന്നും ഒഴിപ്പിച്ചു. തുടർന്ന് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ചേർന്ന് വിശദമായ പരിശോധന നടത്തി. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ നടപടികൾ കൈക്കൊണ്ടത്. പരിശോധനയിൽ ഭീഷണി സന്ദേശം വ്യാജമാണെന്ന് കണ്ടെത്തി. 1.5 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ശേഷം 12:30 കോടതിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് പിന്നീട് എല്ലാവരെയും കോടതി വളപ്പിലേക്ക് പ്രവേശിപ്പിച്ചത്. വക്കീലന്മാർ അതുപോലെ കക്ഷികളൊക്കെ 11 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും കോടതിയിലെത്തിയിരുന്നു. കോടതി ഇരിക്കാത്ത സാഹചര്യം വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ സംശയം തോന്നിയപ്പോഴും പോലീസുകാർ ഡോഗ് സ്ക്വാഡുമായിട്ട് വരാന്തയിലൊക്കെ വരുന്നത് കണ്ടത്. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു ബോംബ് ത്രെട്ട് കോടതിക്കുണ്ട്. 11:15 വരെ 1:15 വരെ ഭീഷണിയുണ്ട്. തമിഴ്നാട്ടിലെ ഒരു മെയിലാണ് വന്നത്, കോർട്ടിലെ ഔദ്യോഗിക മെയിലിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും അപ്പം തന്നെ ഒരു 11:05 ആകുന്ന സമയത്ത് അഭിഭാഷകരെയും കോടതിയിൽ അകത്തുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും പുറത്തേക്ക് ഇറക്കി. പിന്നെ വിശദമായ പോലീസ് പരിശോധന നടത്തി. ഇപ്പം എല്ലാ കോർട്ട് ഹാളിലും അതുപോലെ ഓഫീസ് റൂമ് കോടതി ബിൽഡിംഗ് മുഴുവൻ ഡോഗ് സ്ക്വാഡ് പരിശോധിച്ചു, പോലീസുകാർ പരിശോധിച്ചു. ഇപ്പം ബോംബൊന്നും ഇല്ലയെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഇപ്പം അഭിഭാഷകരെയും അതുപോലെ കോടതി സ്റ്റാഫിൻ്റെ ജുഡീഷ്യൽ ഓഫീസർമാരൊക്കെ അകത്തേക്ക് അയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര മണിക്ക് സിറ്റിംഗ് തുടങ്ങുമെന്ന് അറിയില്ല. എല്ലാവരും ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് കോടതി പറഞ്ഞ സമയത്ത് അകത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. എന്താണ് സാധാരണഗതിയിൽ കാസർഗോഡ് കോടതിയിൽ ഇങ്ങനെ ഒരു ബോംബ് ഭീഷണി വരേണ്ട സാഹചര്യം നിലവിലില്ല. കാരണം UAPA കേസൊന്നും ഇപ്പോൾ ഇവിടെ ട്രയലിൽ വരുന്നില്ല. അതുപോലെ ഇപ്പോൾ തമിഴ്നാട്ടിലാരും ഇവിടെ പ്രതികളായി ഇല്ലയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ ഭീഷണി കോടതിക്ക് വരാൻ കാരണം എന്ന് ഇപ്പോഴും അവ്യക്തമാണ്. വിശദമായ അന്വേഷണത്തിൽ അത് ഒറിജിനലാണോ ഫേക്കാണോ എന്നൊക്കെ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ ബോധ്യമാവും. അതൊന്നും പറയുന്നില്ല, പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നും പറയുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത്. മെയിലല്ല, വാട്സപ്പിൽ വക്കീലന്മാരെ ഗ്രൂപ്പിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതിൽ പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നും പറയുന്നില്ല. എന്തിനാണെന്ന് കൃത്യതയില്ല. അപ്പോൾ ഇടുക്കിയിലും ഇതുപോലെ
ഭീഷണി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ മഞ്ചേരി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തെ ടാർഗറ്റ് ചെയ്യേണ്ട കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് വ്യാജ സന്ദേശത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സൈബർ പോലീസിന്റെ ഉൾപ്പെടെയുള്ള സഹായത്തോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തുമ ഉൾപ്പെടെ 3 മണ്ഡലങ്ങൾ ഉറപ്പെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ KCN ന്യൂസിനോട് പറഞ്ഞു. മഞ്ചേശ്വരത്ത് ഇക്കുറി ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും PK ഫൈസൽ. തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും വലിയ മുന്നേറ്റമായിരിക്കും ഉണ്ടാകുകയെന്നും PK ഫൈസൽ വ്യക്തമാക്കി. KCN ന്യൂസ് എക്സ്ക്ലൂസീവ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലക്കകത്ത് UDFന് തിളക്കമാർന്ന വിജയം നേടിയിട്ടുണ്ട്. നമുക്ക് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും അവിടെയെല്ലാം പരിശോധിക്കുമ്പോഴും തോറ്റ സീറ്റുകളിലും ചെറിയ വോട്ടിൻ്റെ 250-നും 300 വോട്ടിന് താഴെയാണ് നമുക്ക് ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഡിവിഷനുകൾ പോയിട്ടുള്ളത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് പോയിട്ടുള്ളത്. സ്വാഭാവികമായും ടോട്ടലി നോക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് തിളക്കമാർന്ന വിജയം ജില്ലക്കകത്ത് ലഭിച്ചിട്ടുണ്ട്, കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു തിളക്കമാർന്ന വിജയത്തിൽ തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ വിജയപ്രതീക്ഷയുള്ളത്. മഞ്ചേശ്വരവും കാസർഗോഡും വലിയ വോട്ടിന് UDF എന്തായാലും വിജയിക്കും. അതോടൊപ്പം തന്നെ ഉദുമ നിയോജക മണ്ഡലത്തിലും ഇപ്പോൾ CPMൻ്റെ കൈകളിലുള്ള മണ്ഡലം UDF തിരിച്ചുപിടിക്കും. രാഷ്ട്രീയപരമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ശക്തി കേന്ദ്രമായ ദേലമ്പാടിയിലും അതുപോലെ തന്നെ ബേഡെടുക്ക പഞ്ചായത്ത് ഉൾപ്പെടെ നമുക്ക് വലിയ രാഷ്ട്രീയ വിജയമുണ്ടായിട്ടുണ്ട്. അതിന് പുറമെ ഉദുമ പഞ്ചായത്ത് UDFൻ്റെ കൈകളിൽ വന്നു. പിന്നെ പള്ളിക്കര പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നമുക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പുല്ലൂർ പെരിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UDFന് ലഭിച്ചു, കോൺഗ്രസിന് ലഭിച്ചു. ഒരു നറുക്കിലാണ് നമുക്ക്. സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം വിലയിരുത്തുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഉദുമ നിയോജക മണ്ഡലത്തിൻ്റെ ചരിത്രം പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ചെറിയ വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും UDFന് കോൺഗ്രസിനും വിജയമുണ്ടാക്കുന്ന വലിയ പ്രവർത്തനങ്ങളുമായാണ് കോൺഗ്രസും UDFും വരാൻ പോകുന്ന നാളുകളിൽ മുമ്പോട്ട് പോകുന്നത്. ഉദുമയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സാധ്യതകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായ രാഷ്ട്രീയ, പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ട വിഷയം, ഉദുമ എന്ന് പറയുന്നത് വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഉദുമ UDFന് അനുകൂലമായ ഒരു സീറ്റാണ്. പലപ്പോഴായി CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ നടത്തുന്ന കള്ളവോട്ടിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് അവർ വിജയിക്കുന്നത്. പുതിയ SIRൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പട്ടിക വന്നതോടുകൂടി CPMൻ്റെ ഇരട്ട വോട്ടുകളും കള്ള വോട്ടുകളും നമുക്ക് തടയാൻ സാധിക്കും. മാത്രമല്ല UDFനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒട്ടാകെയുള്ള ഒരു രാഷ്ട്രീയ വിജയവും കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരവും ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി ആളിക്കത്തും. ഈ 2 ഘടകവും UDFന് അനുകൂലമായ രാഷ്ട്രീയ പശ്ചാത്തലം ഉദുമയിലുണ്ട്. അതിനു പുറമെ തൃക്കരിപ്പൂരായാലും അതുപോലെ തന്നെ കാഞ്ഞങ്ങാടായാലും നമ്മൾ ആ സീറ്റുകൾ കൂടി UDFന് അനുകൂലമായ വിജയമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി അവിടെയും നമ്മൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. സ്വാഭാവികമായും വയനാട് നടന്ന ക്യാമ്പിൻ്റെ ലക്ഷ്യം തന്നെ നമുക്ക് താഴെത്തട്ടിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കി കോൺഗ്രസും UDFൻ്റെയും പ്രവർത്തനങ്ങൾ, മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയതുപോലെയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തി ഈ 5 മണ്ഡലങ്ങളിലും ഒരു വിജയപ്രതീക്ഷയോടുകൂടിയുള്ള 3 മണ്ഡലം തിരിച്ചുപിടിക്കുന്നതോടൊപ്പം 2 മണ്ഡലം നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഉദുമ തിരിച്ചുപിടിക്കുന്നതോടൊപ്പം തന്നെ തൃക്കരിപ്പൂരും അതുപോലെ തന്നെ കാഞ്ഞങ്ങാടും വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പദ്ധതികളുമായാണ് കോൺഗ്രസും UDFും മുമ്പോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി AICCയും KPCCയും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം നിർത്താൻ പോകുന്നത്. അതിനനുസരിച്ചുള്ള ഒരു നീക്കുപോക്കുമായിട്ടായിരിക്കും എന്തായാലും നേതൃത്വം മുമ്പോട്ട് പോവുക. സ്വാഭാവികമായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉദുമ നിയോജക മണ്ഡലത്തിൽ തന്നെ നല്ല ജനങ്ങളുമായി ബന്ധപ്പെട്ട് വിജയ സാധ്യതയുള്ള എത്രയോ സ്ഥാനാർത്ഥികൾ ഉദുമയിലുണ്ട്. സ്വാഭാവികമായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രാദേശികമായി അല്ലെങ്കിൽ ആ നിയോജക മണ്ഡലത്തിലുള്ള
അല്ലെങ്കിൽ ഈ ജില്ലക്കകത്തുള്ള നേതാക്കന്മാരെ തന്നെയായിരിക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അഭിപ്രായം പറയുക. പിന്നെ AICCയും KPCCയും എടുക്കുന്ന തീരുമാനം അവസാന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാലും അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനും UDF നേതൃത്വത്തിനുമുണ്ട്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക AICCയും KPCC നേതൃത്വമാണല്ലോ. പക്ഷേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ള നിലയിൽ നമ്മൾ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം തന്നെ അതാത് സ്ഥലങ്ങളിൽ വിജയസാധ്യതയുള്ള നേതാക്കന്മാരെ മാത്രമേ ശുപാർശ ചെയ്യൂ. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് CPM അവിടെ നാമാവിശേഷമായി, ബി ജെ പിയും വളരെ പുറകോട്ട് പോയി. കാരണം 8 പഞ്ചായത്തുകളിൽ 8ഉം UDF, 4 ജില്ലാ പഞ്ചായത്ത് UDF, ബ്ലോക്ക് പഞ്ചായത്തുകൾ UDF. ബ്ലോക്ക് പഞ്ചായത്ത് കുമ്പളയിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു മെമ്പർ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് കീഴിൽ വരുന്നു. അതും കൂടി കഴിഞ്ഞ പ്രാവശ്യം തോറ്റ സീറ്റും കൂടി നമുക്ക് ലഭിച്ചു. സ്വാഭാവികമായി ഈ കണക്കനുസരിച്ച് UDFൻ്റെ സമ്പൂർണ്ണ ആധിപത്യം മഞ്ചേശ്വരത്ത് വന്നു കഴിഞ്ഞു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ ആവേശകരമായ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ UDF അവിടെ ഇപ്പോൾ തന്നെ 21,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നിലവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെയുണ്ട്. അതുകൊണ്ട് മഞ്ചേശ്വരമൊന്നും അങ്ങനെ BJPയുടെ A ക്ലാസ് മണ്ഡലമേ അല്ല. അത് UDFൻ്റെ എന്നും UDFനോടൊപ്പം നിൽക്കുന്ന UDFൻ്റെ ഒരു മണ്ഡലമായാണ് കോൺഗ്രസും UDF അതിനെ കാണുന്നത്. പുല്ലൂർ പെരിയയിലും പൈവളികയിലും സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ BJP UDF കൂട്ടുകെട്ട്. സംഭവത്തിൽ വിമർശനവുമായി CPM രംഗത്തെത്തി. കോലീബി സഖ്യമെന്ന് CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാൽ വിമർശിച്ചു. സംഭവത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നയം വ്യക്തമാക്കണമെന്നും ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. കാസർഗോഡ് ജില്ലയിലെ പുല്ലൂർ പെരിയ പൈവളികെ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരം സമിതികളിലേക്കുള്ള പൊതുവിഭാഗം അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പരസ്പരം സഹായിക്കുന്ന നിലയിൽ BJPയുടെയും UDFൻ്റെയും അംഗങ്ങൾ വോട്ട് ചെയ്തു. പൈവളികയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങൾ BJPക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. പുല്ലൂർ പെരിയയിൽ മുഴുവൻ സ്ഥിരം സമിതികളിലേക്കും ഏക BJP അംഗം UDFന് വോട്ട് ചെയ്തു. പൈവളികയിൽ UDF 9, LDF 7, BJP 5 എന്നിങ്ങനെയാണ് കക്ഷിനില. ഇവിടെ BJP നാമനിർദ്ദേശം ചെയ്തയാൾക്ക് അനുകൂലമായി UDFലെ 4 അംഗങ്ങൾ വോട്ട് ചെയ്തു. വികസന സ്ഥിരം സമിതിയിലും ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലും വേണ്ട ആകെ 5 അംഗങ്ങളിൽ വനിതാ സംവരണമടക്കം UDFൻ്റെ 3ഉം LDFൻ്റെയും BJPയുടെയും 1 വീതം അംഗങ്ങളും വിജയിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ആദ്യ വോട്ട് ലഭിക്കുന്ന അംഗങ്ങളാണ് പൊതുവിഭാഗത്തിൽ ജയിക്കുന്നത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് കഴിഞ്ഞുള്ള 7 UDF അംഗങ്ങളും നേരത്തെ മറ്റ് കമ്മിറ്റികളിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്ക് മത്സരിക്കുവാൻ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. തുടർന്ന് LDFൻ്റെ 3ഉം BJPയുടെ 2 അംഗങ്ങൾ മത്സരിച്ചു. ഇതോടെ LDFൻ്റെ 3 അംഗങ്ങളും ജയിക്കുന്ന സാഹചര്യം വന്നു. ഇതിന് പിന്നാലെയാണ് വോട്ടെടുപ്പിൽ ഒരു BJP അംഗത്തിന് അനുകൂലമായി 2 കോൺഗ്രസ് അംഗങ്ങളും 2 മുസ്ലിം ലീഗ് അംഗങ്ങളും വോട്ട് ചെയ്തത്. ഇതോടെ സ്ഥിരം സമിതിയിൽ LDFനും BJPക്കും 2 വീതവും UDFന് 1 അംഗവുമായി. പുല്ലൂർ പെരിയയിൽ സ്ഥിരം സമിതികളിലേക്കുള്ള വനിതാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോഴും BJP അംഗം UDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് ബുധനാഴ്ച പൊതുവിഭാഗത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും സമാന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇവിടെ LDF 9, UDF 9, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. അതേസമയം സംഭവത്തിൽ വിമർശനവുമായി CPM രംഗത്തെത്തി. കോലീബി സഖ്യമാണുണ്ടായിരിക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാൽ വിമർശിച്ചു. സംഭവത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നയം വ്യക്തമാക്കണമെന്നും M രാജഗോപാൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ BJP അംഗത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാക്കുക വഴി കോൺഗ്രസിന്റെ മരണം സംഭവിച്ചിരിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ച് വിജയിച്ച മെമ്പർമാരെ അനുമോദിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയുടെ ഏക അംഗത്തെ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാക്കുക വഴി കോൺഗ്രസിന്റെ മരണമാണ് കാസർഗോഡ് ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ പുല്ലൂർ പെരിയ പഞ്ചായത്തിലും തൃശൂരിലെ മറ്റത്തൂർ മോഡലാണ് നടന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJPയുടെ അംഗത്തെ
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കുക വഴി കോൺഗ്രസിന്റെ രാഷ്ട്രീയ മരണമാണ് നമ്മൾ കണ്ടത്. രാജ്യത്താകെ കോൺഗ്രസ് മതനിരപേക്ഷത പറഞ്ഞു നടക്കുന്നുണ്ട്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിനിടയിൽ വീടുകൾ കയറി അവർ പ്രചരിപ്പിച്ചത് UDF തകർന്നാൽ BJP ആണ് വളരുക, അതുകൊണ്ട് നിങ്ങൾ UDFന് വോട്ട് ചെയ്യണം. BJPയെ നേരിടാൻ UDFനെ കഴിയുള്ളൂ. അങ്ങനെയെല്ലാം ന്യൂനപക്ഷ വിഭാഗത്തിനിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രചാരവേല നടത്തിയവർ അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എവിടെ പോയി നിങ്ങൾ? BJPയെ തടയാൻ ഞങ്ങളാണ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അവകാശവാദം ഉന്നയിച്ചവർ മറ്റത്തൂർ തൃശൂർ ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ്. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷൻ VV രമേശൻ, പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ K സബീഷ്, TV രാധിക, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാടിക്കാൽ നാരായണൻ, PK മഞ്ജിഷ തുടങ്ങിയ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ച് വിജയിച്ച മെമ്പർമാരെ ഷോൾ അണിയിച്ച് MV ജയരാജൻ അനുമോദിച്ചു. രമേശൻ കണ്ണൂത്ത് അധ്യക്ഷത വഹിച്ചു. KV കൃഷ്ണൻ, PK നിശാന്ത്, VV രമേശൻ, CK സബിത, VV തുളസി, KK സോയ, K സബീഷ്, TV രാധിക എന്നിവർ സംസാരിച്ചു. P ജ്യോതി ബസു സ്വാഗതം പറഞ്ഞു. ചാലിങ്കാൽ സുശീല ഗോപാലൻ നഗറിൽ നിന്നും ആരംഭിച്ച് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ച ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടെ വീണ വിദ്യാർത്ഥിയുടെ കയ്യിൽ പലക സഹിതം ആണി തുളഞ്ഞുകയറി. ബല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി വിഘ്നേഷിന് രക്ഷകരായി ഫയർഫോഴ്സ് എത്തി. സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടെ വീണ വിദ്യാർത്ഥിയുടെ കയ്യിൽ പലക സഹിതം ആണി തുളഞ്ഞുകയറി. ഉടൻ തന്നെ കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആണിയും പലകയും നീക്കുവാനായില്ല. ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് കാഞ്ഞങ്ങാട്ട് നിന്നും ഫയർഫോഴ്സ് എത്തി കുട്ടിയെ രക്ഷപ്പെടുത്തി. ചൊവ്വാഴ്ച ഉച്ചയോടെ ബല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് സംഭവം. ഈ സ്കൂളിൽ പഠിക്കുന്ന വിഘ്നേഷ് എന്ന 11 വയസ്സുള്ള കുട്ടിയുടെ കയ്യിലാണ് ആണി തുളച്ചു കയറിയത്. കളിക്കിടെ കുട്ടി ഓടുമ്പോൾ കാൽ വഴുതി ആണി തറച്ച പലകയ്ക്ക് മുകളിൽ വീഴുകയായിരുന്നു. ആണി പലക സഹിതം കയ്യിൽ തുളഞ്ഞു കയറിയതോടെ കുട്ടി വേദന കൊണ്ട് നിലവിളിച്ചു. ആണി ഊരിയെടുക്കുവാനുള്ള ശ്രമം സ്കൂൾ അധികൃതർ നടത്തിയെങ്കിലും കഴിഞ്ഞില്ല. തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഡോക്ടർമാർക്കും ആണിയും പലകയും വേർപെടുത്തുവാനായി. ഇതോടെയാണ് ഫയർഫോഴ്സിന്റെ സഹായം തേടിയത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ KV പ്രകാശൻ, റെസ്ക്യൂ ഓഫീസർ ലിനേഷ്, മറ്റുദ്യോഗസ്ഥരായ അജിത്, മിഥുൻ മോഹൻ, രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ് കുട്ടിയുടെ കയ്യിൽ നിന്നും ആണിയും പലകയും നീക്കം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബോവിക്കാനം ടൗണിൽ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന കൂറ്റൻ മരം മുറിച്ച് നീക്കി. ഉനൈസ് നുസ്രത് നഗർ നടത്തിയ ഇടപെടലിലാണ് അധികൃതരെത്തി മരം മുറിച്ച് നീക്കിയത്. മരം ഏത് സമയത്തും കടപുഴകി വീണേക്കാവുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച് KCN ചാനലും വാർത്ത നൽകിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് മരം മുറിച്ച് നീക്കിയത്. KCN ഇംപാക്ട്. ചെർക്കള ജാൽസൂർ അന്തർ സംസ്ഥാന പാതയിൽ ബോവിക്കാനം ടൗണിൽ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന കൂറ്റൻ മരം മുറിച്ചു നീക്കി. ബോവിക്കാനം ടൗണിൽ ഗുഡ്സ് ഓട്ടോ സ്റ്റാൻഡിന് സമീപത്ത് ഏത് സമയത്തും കടപുഴകി വീണേക്കാവുന്ന അവസ്ഥയിലായിരുന്നു മരമുണ്ടായിരുന്നത്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട സാമൂഹിക പ്രവർത്തകനായ ഉനൈസ് നുസ്രത് നഗർ അപകട സാധ്യതയെക്കുറിച്ച് വിശദീകരിച്ച് രംഗത്തെത്തിയിരുന്നു. നാട്ടുകാരുടെ ഉൾപ്പെടെ അഭിപ്രായ ശേഖരണവും ഇദ്ദേഹം നടത്തിയിരുന്നു. തുടർന്ന് വിഷയം KCN ചാനലിൽ വാർത്തയായി വരികയും പിന്നാലെ ഉനൈസ് നുസ്രത് നഗർ നടത്തിയ ഇടപെടലിൽ അധികൃതർ മരം മുറിച്ചു നീക്കുകയുമായിരുന്നു. മരം മുറിച്ചു മാറ്റിയതിൽ വലിയ സന്തോഷമുണ്ടെന്നും ജില്ലാ പോലീസ് ചീഫിനും കളക്ടർക്കും നന്ദി അറിയിക്കുന്നതായി ഉനൈസ് നുസ്രത് നഗർ പറഞ്ഞു. പലയിടങ്ങളിലും ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന നിരവധി മരങ്ങളാണുള്ളതെന്നും ഇക്കാര്യം ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നും ഉനൈസ് പറഞ്ഞു. വലിയൊരു സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. കാരണം നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിലെ ബോവിക്കാനത്ത് ടൗണിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന ഒരു മരം,
ഏത് സമയത്ത് നിലംപതിക്കാരായി നിൽക്കുന്ന ഒരു മരത്തെ വലിയ രീതിയിൽ തന്നെ അധികാരികൾ കണ്ടു എന്ന് വേണം ഈ ഒരു സമയത്ത് പറയാൻ. ഇന്നലെ രാത്രിയോടുകൂടി അപകട സാധ്യതയുള്ള മരം അവിടുന്ന് വെട്ടിമാറ്റുകയും വേണ്ടപ്പെട്ട അധികാരികൾ അതിൽ നടപടി കൈക്കൊള്ളുകയും ചെയ്തു. അതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ പോലീസ് ചീഫിനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട കലക്ടർ, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ എല്ലാ പ്രതിനിധികൾക്കും വലിയ സന്തോഷം, അവർക്ക് വലിയൊരു നന്ദിയും കടപ്പാടും ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ്. ഇതുപോലുള്ള അപകട സാധ്യതകളുള്ള മരങ്ങളായാലും റോഡുകളായാലും അധികാരികളിലേക്ക് എത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയെന്ന് വിചാരിച്ചുകൊണ്ട് യുവാക്കൾ ഇത്ര നല്ല പ്രവർത്തികൾ ചെയ്യണമെന്നാണ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരം മുറിച്ചു മാറ്റിയതോടെ ബോവിക്കാനം ടൗണിലെത്തുന്നവരുടെ വലിയ ആശങ്കയാണ് ഒഴിഞ്ഞത്. മരം മുറിച്ചു മാറ്റുന്നതിനായി ഉനൈസ് നുസത്ത് നഗർ നടത്തിയ ഇടപെടലിനെ ടൗണിലെ വ്യാപാരികളും ഓട്ടോ ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ളവർ പ്രശംസിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൊഗ്രാൽ പുത്തൂർ ചൌക്കി ഓട്ടോ തൊഴിലാളി സംഘടനയുടെ 3ാം വാർഷിക സമ്മേളനം നടന്നു. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA അബ്ദുല്ല കുഞ്ഞി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹൈവേയുടെ ഭാഗമായുള്ള റോഡ് പ്രവൃത്തി കാരണം ഓട്ടോ പാർക്ക് ചെയ്തിരുന്ന സ്ഥലം ഇല്ലാതായിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നതും ഉൾപ്പെടെയുള്ള 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടനാ പ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനവും നൽകി. ചൌക്കി ഓട്ടോ തൊഴിലാളി സംഘടനയുടെ 3ാം വാർഷിക സമ്മേളനം വിപുലമായ പരിപാടികളോടെ നടന്നു. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA അബ്ദുല്ല കുഞ്ഞി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു ഓട്ടോ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന യുവാക്കാരായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. ഇവിടെ സമ്പാദിക്കാനൊന്നുമില്ല. ഒരു ഓട്ടോ വൈകുന്നേരം വരെ ഓട്ടിയാൽ അതിൽ എത്രത്തോളം വരുമാനം ഉണ്ടാവുമെന്നും അതെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് ബഹുമാനൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളിൽ താല്പര്യമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നമ്മുടെ സ്ഥലത്തിൻ്റെ ലഭ്യത അത് എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതാണ് ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്ന വിഷയങ്ങൾ. CPCRോട് ആവശ്യപ്പെട്ടാൽ അവർ തരാൻ സാധ്യതയില്ല. കാരണം ഒരു റിസർച്ച് സെൻറ്റർ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ളത്, അതിൽ സ്ഥലം വിട്ടുതരാൻ അവർ സമ്മതിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പറയാൻ കാരണം കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനായ A ജലീൽ സാഹിബ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ അതിൽ ആ ബോർഡിലെ ഒരംഗമായിരുന്നു ഞാൻ. അന്ന് പഞ്ചായത്ത് ഓഫീസ് പുതുതായി പണിയുന്നതിന് വേണ്ടി CPCRയിലെ ചൌക്കി പ്രദേശത്തോ ഇല്ലെങ്കിൽ മറ്റ് കല്ലങ്കൈ പ്രദേശത്തോ എവിടെയെങ്കിലും ഒരു 25 സെൻറ്റ് സ്ഥലം ആവശ്യപ്പെടുകയുണ്ടായി. അത് ബഹുമാനായ അന്നത്തെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ മറ്റ് എല്ലാ കൃഷിമന്ത്രിക്കും ഉൾപ്പെടെ നമ്മൾ ഡൽഹിയിൽ പോയി ബഹുമാനായ നമ്മുടെ MP ഇവയും കൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പോവുകയും അതിന് യാതൊരു കാരണവശാലും സാങ്ഷൻ തരാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ അന്നേരം പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം റിസർച്ച് സെൻ്റർ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് സ്ഥലം കിട്ടാൻ യാതൊരു സാധ്യത നമുക്ക് കാണുന്നില്ല. മറ്റ് ഏത് രീതിയിലാണ് നമുക്ക് നമുക്കൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടാക്കി തരേണ്ടത് എന്നുള്ള ആലോചന നമുക്ക് നടത്താം തീർച്ചയായും. സംഘടനയുടെ പ്രസിഡന്റ് ഉദയ കമ്പാർ അധ്യക്ഷത വഹിച്ചു. ആ റോഡ് ക്ലിയർ ആയി. അപ്പം നമ്മൾ ചൗക്കി സ്റ്റാൻഡിൽ പറഞ്ഞാൽ ഇപ്പം ഒരാടെ എല്ലാവരും ഇൻഷൂർ ഇല്ലാതെ വണ്ടി വെക്കാനും വിടുന്നില്ല. രണ്ടാമത്തത് യൂണിഫോം കമ്പൽസറിയാണ്. പിന്നെ ക്യൂ ആയിട്ട് നമ്മൾ വാടകയ്ക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്ര ഡീസൻ്റാണ് നമ്മൾ സ്റ്റാൻഡ്. ഇതേപോലെ ഇന്ന് നെക്സ്റ്റ് ഇപ്പോൾ ഒരു കമ്മിറ്റി മാറ്റം ഒരു കൊല്ലം കഴിഞ്ഞാൽ പാട് എല്ലാവർക്കും ചാൻസ് കൊടുക്കണം. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി ആയാലും ഇതേപോലെ പണി ചെയ്യണം. ഇപ്പം നമ്മൾ ഹൈവേക്ക് കുറേ പ്രാവശ്യം ഇപ്പം മുമ്പത്തെ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ പിന്നെ സെക്രട്ടറി കുറേ പ്രാവശ്യം പഞ്ചായത്തിലേക്ക് പിന്നെ ഹൈവേൻ്റെ അവിടെ പോയിട്ട് കുറേ നമ്മൾ പേപ്പേഴ്സ് എല്ലാം കൊടുത്ത് മീഡിയ ത്രൂ ആയിട്ട് അപ്പോൾ എല്ലാം നമുക്ക് അതിൽ വിജയം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുതിയ കമ്മിറ്റി വന്നാൽ ഈ നമ്മളോട് നല്ലത് പണിയെടുക്കണം. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ഒരു 10-80 ആളിൽ ഒരു 8-9 ആളിൽ പ്രശ്നമുണ്ട്. യൂണിഫോം ഇടുന്നില്ല, കുറേ പ്രശ്നമായിട്ട് പോകുന്നു. മാത്രം നമ്മൾ ഒരു ഒന്നിച്ചിട്ടുള്ളത് ഇതേപോലെ നല്ല സ്ട്രോങ് ആയിട്ട് പോയിട്ട് നമ്മൾ ഈ കമ്മിറ്റി രജിസ്റ്റർ ആക്കാൻ നോക്കാനാണ്. സംഘടനാ സെക്രട്ടറി വിജയനായക് സ്വാഗതവും വൈസ് പ്രസിഡന്റ് വിജയകുമാർ നന്ദിയും പറഞ്ഞു. കമ്മിറ്റി ഭാരവാഹികൾ ചൌക്കി പ്രദേശത്തെ 3 പ്രധാന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനവും നൽകി.
നാഷണൽ ഹൈവേയുടെ ഭാഗമായുള്ള റോഡ് പ്രവൃത്തി കാരണം 80ഓളം ഓട്ടോ തൊഴിലാളികൾ ഓട്ടോ പാർക്ക് ചെയ്തിരുന്ന സ്ഥലം ഇല്ലാതായിരിക്കുകയാണെന്നും ഓട്ടോ പാർക്കിങ്ങിനുള്ള സ്ഥലം അനുവദിക്കണമെന്ന് കലക്ടർ അടക്കമുള്ള ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും ഓട്ടോ തൊഴിലാളികൾ നിവേദനത്തിലൂടെ അഭ്യർത്ഥിച്ചു. മൊക്കരാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഹൃദയഭാഗമായ ചൗക്കി ജംഗ്ഷൻ വെളിച്ചമില്ലാതെ ഇരുട്ടിലാണ്. ഹൈവേയിൽ മുഴുവനായും വെളിച്ചം വന്നപ്പോൾ അകാരണമായി ചൗക്കിയിൽ വെളിച്ചം നിഷേധിച്ചിരിക്കുകയാണ്. കല്ലങ്കൈ മുതൽ എരിയാൽ വരെയുള്ള ഭാഗങ്ങളിൽ തെരുവ് വിളക്കുകളുടെ അഭാവമുണ്ട്. ഇവിടങ്ങളിൽ തെരുവ് വിളക്കുകൾ പുനഃസ്ഥാപിക്കുവാനായി ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ച് പരിഹാരം കണ്ടെത്തണമെന്ന് ഓട്ടോ തൊഴിലാളികൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു. ചൗക്കി ജംഗ്ഷനിൽ പൊതു ശൗചാലയം സ്ഥാപിക്കണമെന്നും ചൗക്കി ഓട്ടോ തൊഴിലാളി സംഘടന നിവേദനത്തിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ 3 വർഷത്തെ കാലയളവിൽ ഓട്ടോ തൊഴിലാളികൾ സ്വരൂപിച്ച ഫണ്ടിൽ നിന്നും 15ഓളം അസുഖബാധിതരായ ഓട്ടോ തൊഴിലാളികൾക്ക് 3 ലക്ഷം രൂപ ധനസഹായം നൽകി. നിലവിലെ പഴയകാല ഓട്ടോ തൊഴിലാളികളായ അഷ്റഫ് കോയിക്കണ്ടം, വിജയകുമാർ ബ്ലാർക്കോട് എന്നിവർക്ക് അനുമോദനം നൽകി. നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൊതുസമൂഹം ചേർത്ത് നിർത്തേണ്ടവരാണ് ഭിന്നശേഷിക്കാരെന്ന തിരിച്ചറിവ് പകരുന്ന തരത്തിൽ തൃക്കരിപ്പൂർ വൾവക്കാട് കൈത്താങ്ങും വനിതാ വിങ്ങും ചേർന്ന് സ്നേഹസംഗമം ഒരുക്കി. പയ്യന്നൂർ തായ്നേരി MRCD സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും തൃക്കരിപ്പൂർ പടന്ന പഞ്ചായത്തുകളിലെ കുട്ടികളുമാണ് പങ്കാളികളായത്. ചോട്ടിലിരുത്തിയുറുമ്പിൻ ഇലക്കോട്ടിലെറിഞ്ഞ് താഴെ മരച്ചോട്ടിലിരുത്തിയുറുമ്പിൻ ഇലക്കോട്ടിലെറിഞ്ഞത് തലയിൽ വീണെന്നെ കടിച്ചതും തലയിൽ വീണെന്നെ കടിച്ചതും. കേരള നാടൻകലാ അക്കാദമി അവാർഡ് ജേതാവ് സുഭാഷ് അറുകരയും ഗായകൻ നിസാം തളിപ്പറമ്പും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമൊപ്പം ചേർന്ന് പാട്ടുപാടിയും ചുവടുവെച്ചും സ്നേഹസംഗമത്തെ ചലനാത്മകമാക്കി. ഇളമ്പച്ചി ഫായിക്ക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കൈത്താങ് വൾവക്കാടും വനിതാ വിങ്ങും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ഭിന്നശേഷി സംഗമ പരിപാടി MRCD സ്കൂളിലെ കുട്ടികളും അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂൾ കുട്ടികളും തൃക്കരിപ്പൂരിലെ സമാനമായ കുട്ടികളും ചേർന്നുകൊണ്ടുള്ളൊരു സംഗമ പരിപാടിയാണ്. കൈത്താങ് വൾവക്കാടിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സ്വാഗത പ്രാസംഗനും അധ്യക്ഷനുമൊക്കെ പറയുമ്പോഴാണ് നമ്മൾക്കതിൻ്റെ സ്വാന്തന സ്നേഹം നമ്മൾക്ക് മനസ്സിലായത്. 8 വർഷക്കാലം നമ്മുടെ സമൂഹത്തിനകത്ത് കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് സഹായങ്ങൾ നൽകി എന്നുള്ളത് അഭിമാനകരമായ അല്ലെങ്കിൽ മാതൃകാപരമായ ഒരു പരിപാടി തന്നെയാണ് നിങ്ങൾ ചെയ്തിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഏറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനേക്കാൾ വലുതാണ്. നമുക്കറിയാം, ഭിന്നശേഷി കുട്ടികളെന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, അവരെ സമൂഹം ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്ന് നമ്മൾക്ക് സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. ഭിന്നശേഷി എന്ന വാക്കിൽ തന്നെ അർത്ഥം ഭിന്നമായ വ്യത്യസ്തമായ കഴിവുകൾ ഉള്ള ആൾക്കാരാണെന്നാണ്. ആ കഴിവുകളൊക്കെ നമ്മൾക്ക് പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ സന്തോഷം നമ്മൾക്ക് കാണുക എന്നുള്ളതാണ്. വൾവക്കാട് കൈത്താങ് രക്ഷാധികാരി TMC അബ്ദുൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കൗവൽ, കൈത്താങ് ജോയിന്റ് കൺവീനർമാരായ M റഫീഖ് മാസ്റ്റർ, M അബ്ദുൽ ഖാദർ, തായ്നേരി MRCD സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ A ശോഭ, ഇസ്മായിൽ P കരോളം, AK ഹാഷിം, TM അമീർ ഹാജി, S ഹാരിസ്, VU മുഹമ്മദ് സാലി, P നവാസ് ഹാജി, M യൂസഫ് ഹാജി എന്നിവർ സംസാരിച്ചു. വൾവക്കാട് കൈത്താങ് ഭാരവാഹികളും പഞ്ചായത്ത് അംഗങ്ങളുമായ M മുഹമ്മദ് കുഞ്ഞി, M സുഹറ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഇശൽ വിരുന്നും അരങ്ങേറി. സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത 80-ൽ പരം വരുന്ന വിദ്യാർത്ഥികൾക്കും വൈകുന്നേരം സ്നേഹ സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
മധൂർ ക്ഷേത്രത്തിലെ അന്നദാന സംവിധാനത്തിന് സഹായവുമായി ഭാരതീയ മസ്ദൂർ സംഘം മധൂർ മേഖലാ കമ്മിറ്റി മിക്സി കൈമാറി. ഭാരതീയ മസ്ദൂർ സംഘ് മധൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധൂർ ക്ഷേത്രത്തിൽ അന്നദാനം ഒരുക്കുന്നതിനാവശ്യമായ മിക്സി ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറി. ചടങ്ങിൽ BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. മുരളീധരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ഗുരുദാസ് മധൂർ, ഹരീഷ് കുതിരപ്പാടി, മധൂർ മേഖലാ സെക്രട്ടറി ശ്രീധര ചേനക്കോട്, ദേവസ്വം എംപ്ലോയീസ് സംഘ് ജില്ലാ കമ്മിറ്റി അംഗം രമേശ് മധൂർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ യോഗീഷ് MR എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പല വമ്പൻ പട്ടണങ്ങളെയും അതിശയിപ്പിച്ച 100 രൂപയുടെ മഹാലാഭമേള ഇനി ചെർക്കളയിലും. വിലക്കുറവിന്റെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ചെർക്കള ബദിയടുക്ക റോഡിൽ HP പെട്രോൾ പമ്പിന് സമീപമാണ് മഹാലാഭമേള ആരംഭിച്ചത്. എല്ലാവിധ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും ബെഡ്ഷീറ്റ് ഐറ്റംസുകളും മാറ്റുകളും വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഉൽപ്പന്നങ്ങളും 100 രൂപയുടെ മഹാലാഭമേളയിൽ നിന്നും ലഭ്യമാകും. പല വമ്പൻ പട്ടണങ്ങളെയും അതിശയിപ്പിച്ച 100 രൂപയുടെ മഹാലാഭമേള വിലക്കുറവിന്റെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ചെർക്കള ബദിയടുക്ക റോഡിൽ HP പെട്രോൾ പമ്പിന് സമീപം ആരംഭിച്ചു. എല്ലാവിധ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും ബെഡ്ഷീറ്റ് ഐറ്റംസുകളും മാറ്റുകളും വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഉൽപ്പന്നങ്ങളും 100 രൂപയുടെ മഹാലാഭമേളയിൽ നിന്നും ലഭ്യമാകും. പ്രൗഢമായ ചടങ്ങിൽ ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോടും വൈസ് പ്രസിഡന്റ് ജാസ്മിൻ കബീറും ചേർന്ന് മഹാലാഭമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെർക്കള മണ്ണിൽ സുമാർ 40 വർഷത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ ജനിച്ചു വളർന്ന ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ടൗൺ വികസനം ചെയ്യുന്നതോടൊപ്പം ജനമാതൃകയായ മഹാമേളയാണ് ഇന്ന് ചെർക്കളയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ മഹാമേളയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മഹത്തായ പാവപ്പെട്ട വിഭാഗത്തിലെ ജനങ്ങൾക്കുള്ള ഒരു സംരംഭമാണ്. ഈ സംരംഭത്തിൽ ജനപങ്കാളിത്തത്തോടുകൂടി നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ വിൽപ്പന ചെയ്യപ്പെടുകയാണ്. നല്ലവരായ ഗുണഭോക്താക്കൾ സാധനങ്ങൾ ചെറിയ വിലക്ക് വാങ്ങിക്കൊണ്ട് വീട്ടുകാരെ നിത്യോപയോഗത്തിന് വേണ്ടിയുള്ള ഈ സാധനങ്ങൾ ജനങ്ങൾ പർച്ചേസ് ചെയ്യണം. ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയുള്ള ഈ മഹാമേളയുടെ നടത്തിപ്പുകാർക്കും ചെങ്കള ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായി ചെർക്കളയിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫറായി ആദ്യം വരുന്ന 100 കസ്റ്റമേഴ്സിന് 50 ലിറ്റർ ഡ്രം, ലോണ്ടറി ബാസ്ക്കറ്റ്, 50 ലിറ്റർ വലിയ ഡബ്ബ്, 18 ലിറ്റർ ബക്കറ്റ്, മുറം, 1 ലിറ്റർ മഗ്, ബേസൺ, ഫാൻസി ബൗൾ, ടീ ഗ്ലാസ് എന്നിവ വെറും 1 രൂപയ്ക്ക് ലഭിക്കും. 18-ാം തീയതി വരെയായിരിക്കും ഈ വമ്പൻ ഓഫർ ലഭിക്കുക. 1 രൂപയ്ക്ക് 1 ലിറ്റർ മഗ്ഗുകളും, 1 രൂപയ്ക്ക് ബേസനുകളും, 1 രൂപയ്ക്ക് കണ്ടെയ്നർ പീസുകളും, 9 രൂപയ്ക്ക് മുറവും, 9 രൂപയ്ക്ക് ഡപ്പുകളും, 199 രൂപയ്ക്ക് 3 ലിറ്റർ പ്രഷർ കുക്കറുകളും സ്റ്റോക്ക് തീരും വരെ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. 89 രൂപയ്ക്ക് ബെഡ്ഷീറ്റുകളും, 16 മാറ്റുകൾ 200 രൂപയ്ക്കും, 18 ലിറ്റർ 3 ബക്കറ്റുകൾ 139 രൂപയ്ക്കും, ലേഡീസ് ബാഗുകൾ 89 രൂപയ്ക്കും, 50 രൂപ മുതൽ ഫാൻസി ചപ്പലുകളും കസ്റ്റമേഴ്സിനായി സ്പെഷ്യൽ ഓഫറിൽ സ്വന്തമാക്കുവാനുള്ള സുവർണാവസരവും 100 രൂപയുടെ മഹാലാഭമേളയിലുണ്ട്. കൂടാതെ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും സ്റ്റീൽ അലുമിനിയം പാത്രങ്ങളും കണ്ടെയ്നറുകളും ടോയ്സുകളും ക്രോക്കറി ഐറ്റംസും തുടങ്ങിയ 50,000-ത്തിലധികം ഉൽപ്പന്നങ്ങൾ മറ്റാർക്കും നൽകുവാൻ പറ്റാത്ത അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ മഹാലാഭമേളയിൽ നിന്നും ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം.
മഹാലാഭമേള ആരംഭിച്ചതോടെ ചെറിയ വിലയും വലിയ കളക്ഷനും ഉയർന്ന ക്വാളിറ്റിയും സമന്വയിക്കുന്ന പർച്ചേസിംഗ് അനുഭവം ചെർക്കളയ്ക്ക് കൂടി സ്വന്തമായിരിക്കുകയാണ്. ഏറ്റവും വില കുറച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എല്ലാ ക്ലാസ്സിലെ ഉള്ള ജനങ്ങൾക്കും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിലാക്കിയാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇപ്പം 10,000-ൽ പരം ഐറ്റംസാണ് നമ്മൾ ഈ മേളയിൽ നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ള. വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിലാക്കി ചെർക്കളയിലെ നിവാസികൾക്ക്, അതായത് ഈ കാസർഗോഡ് ജില്ലയിലെ സമീപ ജില്ലയിലും എല്ലാവർക്കും ഒന്ന് പർച്ചേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൂടാണ്ട് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാ സാധനങ്ങൾക്കും 1 രൂപയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതായത് 8-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഈ ഒരു ബക്കറ്റ് സെറ്റ് മൊത്തത്തിൽ ഇത്രയും ഒരു ഐറ്റംസ്, ഒരു 7 ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഡബ്ബ ഇതൊക്കെ 1 രൂപയാണ് കൊടുക്കുന്നത്. 8-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ആദ്യം വരുന്ന 100 കസ്റ്റമേഴ്സിന് എല്ലാ ദിവസവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ കില്ലർ ഓഫറുണ്ട്. 3 ഐറ്റംസിന് വരുന്നത് 299 രൂപയാണ് വരുന്നത്. അതിൽ എല്ലാ ഐറ്റംസുകളും ഉണ്ട്. അതായത് ഒരു ചെയർ, ഒരു ഡ്രമ്മ്, ഒരു ഡബ്ബ, ഈ 3 ഐറ്റം കൂടി ഒരു 299 രൂപയാണ് വരുന്നത്. ഇത് കേരളത്തിൽ മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്തൊരു ഓഫറാണ് കൊടുക്കുന്നത്. കാരണം എല്ലാം ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് കസ്റ്റമേഴ്സിൽ ഡയറക്റ്റ് എത്തിക്കുക എന്നൊരു ആശയമാണ് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വില കുറച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് നമ്മുടെ വിൽപ്പന ഉദ്ദേശം. അതേപോലെ തന്നെ 89 രൂപയ്ക്ക് നല്ല ബ്രാൻഡഡ് ബെഡ്ഷീറ്റുകളുണ്ട്. 16 മാറ്റുകൾ 200 രൂപ. ഒട്ടനവധി ഐറ്റംസുകൾ. വലിയ 2 ഡ്രമ്മ് 199 രൂപ. 5 ബക്കറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ബക്കറ്റിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 199 രൂപ. അതായത് ഈ ഒരു 5 ബക്കറ്റ്, ഒരു ബക്കറ്റിന് ഒരു 100 സംതിങ് രൂപ വരുന്ന കാലഘട്ടത്തിൽ 5 ബക്കറ്റിൻ്റെ റേറ്റ് 199 രൂപയാണ് വരുന്നത്. അതുപോലെ ഒട്ടനവധി സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് ജനങ്ങൾക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളൊരു ആശയത്തിലാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. മഹാലാഭമേള ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിലക്കുറവിന്റെ ഈ വിസ്മയ ലോകത്തേക്ക് ഉപഭോക്താക്കളുടെ വൻ ഒഴുക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പടന്നക്കാട് കാർഷിക കോളേജ്, കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എന്നിവ സംയുക്തമായി MS സ്വാമിനാഥൻ മെമ്മോറിയൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. കോളേജിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ ഭാഗമായി KCSTEയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ MS സ്വാമിനാഥൻ അനുസ്മരണ പ്രഭാഷണം പടന്നക്കാട് കാർഷിക കോളേജിൽ സംഘടിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷയോടൊപ്പം കാർഷിക സമൃദ്ധിയിലേക്കുള്ള നൂതന സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ മുഖ്യപ്രഭാഷണം ICRI SAT ഡയറക്ടർ ജനറൽ ഡോക്ടർ ഹിമാൻഷു പദക് നിർവഹിച്ചു. achievement of independent India. After independence, this country has achieved a lot. But he asked, what could be number one, single most important one? And Honorable President replied that this country became self-sufficient in food production and food grain. പരിപാടിയിൽ ഡീൻ കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ പടന്നക്കാട് ഡോക്ടർ T സജിത റാണി സ്വാഗത പ്രസംഗം നടത്തി. P ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ P സുജന പാൽ, ഡോക്ടർ മിനി PK എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ വിവിധ കാർഷിക ശാസ്ത്രജ്ഞരും വിദ്യാർത്ഥികളും പങ്കെടുത്ത പരിപാടിയിൽ R ചന്ദ്രപ്രതാപ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചരിത്രപ്രസിദ്ധമായ നീലേശ്വരം മരക്കാപ്പ് കടപ്പുറം സിയാറിത്തിങ്കര മഖാമുറൂസ് സമാപന സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ചരിത്രപ്രസിദ്ധമായ നീലേശ്വരം മരക്കാപ്പ് കടപ്പുറം സിയാറിത്തിങ്കര മഖാമുറൂസിന് സമാപനമായി. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ സദസ്സിനെ കാണുമ്പോൾ അല്ല എനിക്ക് സന്തോഷമുള്ളത്, സദസ്സിനെ നോക്കി മാത്രമല്ല പൊതുവെ നോക്കിയാൽ ഈ സദസ്സല്ല നോക്കേണ്ടത്, സദസ്സിന് പുറത്താണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നാനാജാതി മതസ്ഥർ, ജാതി ഭേദമന്യേ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഈ കടലിൻ്റെ ഈ നമ്മുടെ ജമാഅത്ത് പള്ളിയുടെയും പരിസരത്ത് മറപ്പെട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട വലിയുള്ളാഹി മഹാനവറുകളുടെ ഈ ദർഗയിൽ, ഈ മക്കാമിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഇവിടെ എത്തുകയാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. കേരളത്തിൽ, അതായത് ഉത്തര മലബാറിൽ
നമ്മുടെ സംയുക്ത ജമാഅത്തിൽ 75 ജമാഅത്തിൽ തന്നെ ഒട്ടും കുറവല്ലാത്ത ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന സിയാറത്തുങ്കര മരക്കാപ്പ് കിടക്കുന്ന സിയാറത്തുങ്കര പറയുന്ന സ്ഥലമാണിത്. സിയാറത്തുങ്കര ജമാഅത്ത് പ്രസിഡന്റ് അഷ്റഫി ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ വി ഷാഫി, സെക്രട്ടറി നിസാം പി കെ, ഷാദുലി പി, അബ്ദുൾ ജബ്ബാർ നിസാമി തിരുവട്ടൂർ, സാധു സംരക്ഷണ കമ്മിറ്റി ട്രഷറർ വി മുഹമ്മദ് കുഞ്ഞി, വോളണ്ടിയേഴ്സ് ക്യാപ്റ്റൻ അഷ്റഫ് കണിച്ചിറ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സയ്യിദ് സൈനുദ്ദീൻ ബുഖാരി കുരിക്കുഴി തങ്ങൾ മുഖ്യപ്രഭാഷണവും കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വവും നൽകി. ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഷ്റഫ് ചീനമ്മാടം സ്വാഗതവും ഉറൂസ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ എ മുസ്തഫ നന്ദിയും പറഞ്ഞു. തുടർന്ന് മെഗാ ദഫ് പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. വികസിത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമെന്ന് ഗവർണർ ആർ ലേക്കർ. കാഞ്ഞങ്ങാട് മഹാകവി എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റിന്റെ പുരസ്കാരം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്നും ധർമ്മപാതയിലൂടെ നമ്മുടെ കടമകൾ നിറവേറ്റാൻ സന്നദ്ധരാവണമെന്നും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർ ലേക്കർ പറഞ്ഞു. കാഞ്ഞങ്ങാട് മഹാകവി എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റിന്റെ പുരസ്കാരം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Because English is not my language. It is a foreign language. Why should I feel guilty if I don't understand foreign language? But certainly I should feel guilty if I am not able to speak Malayalam, because it is my language. So you will forgive me for not speaking in Malayalam because I don't understand. I feel guilty for that. Today we have gathered for a different function. And that function is to give something to the society. We have felicitated Shobhana ji, Malayalam ji, all other dignitaries here. Why we have done that? Because all of them have given something to the society. വിദേശ ഭാഷയായ ഇംഗ്ലീഷിൽ പ്രാവീണ്യം കുറയുന്നുവെന്നത് ഒരു വലിയ കുറ്റമൊന്നുമല്ല. എന്നാൽ സ്വന്തം ഭാഷയായ മാതൃഭാഷ അറിയാത്തത് വലിയ കുറവ് തന്നെയാണെന്ന് ഗവർണർ കൂട്ടിച്ചേർത്തു. ട്രസ്റ്റ് ചെയർമാൻ സുകുമാരൻ പെരിയച്ചൂരും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി എസ് പി ഷാജിയും ചേർന്ന് പൗരാവലിക്കു വേണ്ടി ശ്രീ മുത്തപ്പൻ തിരുവപ്പന ശില്പം ഗവർണർക്ക് നൽകി. ചടങ്ങിൽ സമഗ്ര ചലച്ചിത്ര സംഭാവനയ്ക്കുള്ള രമേശൻ നായർ സ്മൃതി കലാരത്ന പുരസ്കാരം പ്രശസ്ത സംവിധായകൻ സി ബി മലയിലിന് സമ്മാനിച്ചു. സാഹിത്യത്തിനുള്ള കലാരത്ന പുരസ്കാരം സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ പത്നി ശോഭന രവീന്ദ്രൻ ഏറ്റുവാങ്ങി. 25,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച ക്ഷേത്രങ്ങൾക്കുള്ള ക്ഷേത്രകർമ്മ പുരസ്കാരം പാലക്കുന്ന് കഴകം കുഞ്ഞിക്കണ്ണൻ ആയത്താർക്കും കരിവള്ളൂർ മുച്ചിലോട്ട് വലിയച്ചൻ പ്രമോദ് കോമരവും ഏറ്റുവാങ്ങി. മികച്ച സാംസ്കാരിക പ്രവർത്തനത്തിനുള്ള പ്രഥമ സാംസ്കാരിക പുരസ്കാരം കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം ഭാരവാഹികളായ മോഹൻകുമാറും ചന്ദ്രൻ ആലാമിപ്പള്ളിയും ഏറ്റുവാങ്ങി. ചടങ്ങിൽ വെച്ച് ഡോക്ടർ മണികണ്ഠൻ മേലത്ത്, ശംസുദ്ദീൻ പാലക്കി, രാജൻ മുളിയാർ, സുകുമാരൻ ആശീർവാദ് എന്നിവരെ ആദരിച്ചു. आप पिछले 20 वर्षों से यंत्रों की दुनिया में एक सक्रिय उपस्थिति रहे हैं। कला के साथ साथ सामाजिक सुधार में भी आपका बड़ा योगदान रहा है. ട്രസ്റ്റ് ചെയർമാൻ സുകുമാരൻ പെരിയച്ചൂർ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി എസ് പി ഷാജി സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, ദാമോദരൻ ആർക്കിടെക്ട് എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പിന്നണി ഗായകരായ വി ടി സുധാകരൻ, മഹേഷ് മുന്നാട്, രജിത സുരേഷ് എന്നിവർ ആലപിച്ച രമേശൻ നായർ സ്മൃതി ഗാനാമൃതം സംഗീതമയമാക്കി. ബാലചന്ദ്രൻ കൊട്ടോടിയുടെ ഓടക്കുഴൽ വാദനവും പരിപാടിക്ക് മിഴിവേകി. ദേശീയഗാനത്തോടെ പരിപാടി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലാ കോടതി സമുച്ചയത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശമെത്തിയത് പരിഭ്രാന്തിക്കും ആശങ്കയ്ക്കും ഇടയാക്കി. പരിശോധനയിൽ സന്ദേശം വ്യാജമെന്ന് കണ്ടെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഉദുമ ഉൾപ്പെടെ 3 മണ്ഡലങ്ങൾ ഉറപ്പിച്ച് കോൺഗ്രസ്. മഞ്ചേശ്വരത്ത് ഇക്കുറി ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും വലിയ മുന്നേറ്റമായിരിക്കുമെന്നും DCC പ്രസിഡന്റ് PK ഫൈസൽ.
KCN എക്സ്ക്ലൂസീവ്. പുല്ലൂർ പെരിയയിലും പൈവളികയിലും സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ BJP UDF കൂട്ടുകെട്ട്. സംഭവത്തിൽ വിമർശനവുമായി CPM രംഗത്ത്. സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടെ വീണ വിദ്യാർത്ഥിയുടെ കയ്യിൽ പലക സഹിതം മാണി തുളഞ്ഞു കയറി. ബല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി വിഘ്നേശന് രക്ഷകരായി ഫയർഫോഴ്സ്. ബോവിക്കാനം ടൗണിൽ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന കൂറ്റൻ മരം മുറിച്ചു നീക്കി. KCN ഇംപാക്ട്. മൊഗ്രാൽ പുത്തൂർ ചൌക്കി ഓട്ടോ തൊഴിലാളി സംഘടനയുടെ 3ാം വാർഷിക സമ്മേളനം നടന്നു. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA അബ്ദുല്ല കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.